നമസ്കാരം. വിദ്യാഭ്യാസം എന്നത് കേവലം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. മറിച്ച് സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി പാലിക്കേണ്ട നിയമങ്ങളും ശീലങ്ങളും ചെറുപ്പകാലത്ത് തന്നെ പഠിച്ചെടുക്കുക കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകളുടെ കുറവും. എന്നാൽ ഇതിനൊരു പരിഹാരം എന്ന വണ്ണം പുതിയ UDF സർക്കാർ ഗതാഗത മേഖലയിൽ ചരിത്രപരമായ ഒരു നവീന പരിഷ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന +2 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇനി സ്കൂൾ സിലബസിന്റെ ഭാഗമായി തന്നെ പ്രീ ലൈസൻസ് പരിശീലനവും ഡ്രൈവിംഗ് നൈതിക പാഠങ്ങളും നൽകാൻ പോവുകയാണ്. ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ പ്രഖ്യാപിച്ച ഈ വിപ്ലവകരമായ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് തികയുമ്പോഴേക്കും അവരുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ഗതാഗത വകുപ്പ് വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ്. ഈ ഒരു മികച്ച പദ്ധതി കേരളം ഒന്നടങ്കം ഇരുകൈയും നീട്ടിയാണ് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. റോഡ് നിയമങ്ങൾ കൃത്യമായി അറിയാത്ത ആളുകൾ മുൻപൊക്കെ എങ്ങനെയൊക്കെയോ ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിച്ച് വണ്ടിയുമായി നിരത്തിലിറങ്ങി വലിയ അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളും ടെസ്റ്റുകളും ഇത്രയധികം കർശനമായത്. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുട്ടികളുടെ സിലബസിൽ തന്നെ റോഡ് സുരക്ഷയും ഡ്രൈവിംഗ് കൾച്ചറും ഉൾപ്പെടുത്താൻ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത്. ഒരു വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, എവിടെ ഹോൺ അടിക്കണം, സൈൻ ബോർഡുകൾ എങ്ങനെ മനസ്സിലാക്കണം, കാൽനട യാത്രക്കാരെ എങ്ങനെ ബഹുമാനിക്കണം തുടങ്ങിയ കാര്യങ്ങൾ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായാൽ കുട്ടികൾ അത് കൃത്യമായി പാലിക്കും. മന്ത്രി പറയുന്നത് പോലെ +2 കഴിയുമ്പോഴേക്കും അവർക്ക് തിയറിയും കൃത്യമായ പരിശീലനവും ലഭ്യമാകുന്നതോടെ 18 വയസ്സ് തികയുന്ന അന്ന് തന്നെ തികഞ്ഞ അച്ചടക്കമുള്ള ഡ്രൈവർമാരായി മാറാൻ അവർക്ക് ലൈസൻസ് ലഭ്യമാക്കാൻ സാധിക്കും. ഇത്തരം വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ ശരിക്കും ഉണ്ടാകേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലോ ഒക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് അവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ. റോഡിൽ കൃത്യമായി ലൈൻ ട്രാഫിക് പാലിക്കുക, സിഗ്നലുകൾക്ക് മുൻപിൽ മര്യാദയോടെ കാത്തു നിൽക്കുക, കാൽനട യാത്രക്കാർക്കായി വണ്ടികൾ മുൻകൂട്ടി നിർത്തിക്കൊടുക്കുക എന്നത് അവിടുത്തെ ഡ്രൈവർമാരുടെ ഒരു സംസ്കാരമാണ്. കാരണം അവർക്ക് സ്കൂൾ തലം മുതൽ തന്നെ ഇത്തരം സിവിക് സെൻസ് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതേ പാശ്ചാത്യ മാതൃകയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി CP ജോണിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇതുമാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ലൈസൻസുകളും മറ്റും സേവനങ്ങളുടെ കാര്യത്തിലും മറ്റും കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയതും പുതുക്കിയതുമായ ഏകദേശം 1.5 ലക്ഷത്തോളം ലൈസൻസുകളാണ് ഒരൊറ്റ മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. ഇത് പ്രതിവർഷം 18 ലക്ഷമായി ഉയർന്നു കഴിഞ്ഞു എന്നാണ് മന്ത്രിസഭയിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം കേരളത്തിന്റെ ഗതാഗത സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന പൂർണ്ണമായും പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ ഗതാഗത രംഗത്ത് വൻ വികസനത്തിനാണ് വഴിയൊരുങ്ങുന്നത്. ചുരുക്കത്തിൽ വിദ്യാർത്ഥികളെ വെറും പരീക്ഷകൾക്ക് വേണ്ടി മാത്രം ഒരുക്കാതെ അവരെ നാളത്തെ ഉത്തരവാദിത്തമുള്ള ഉത്തമ പൗരന്മാരാക്കി മാറ്റാൻ ഉതകുന്ന ഇത്തരം അത്യാധുനിക പ്രായോഗിക പാഠങ്ങൾ സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം പരിശീലനം വഴി റോഡ് അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് ഈ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഗതാഗത വകുപ്പ്.